നമ്മളുടെ കയ്യിൽ ഇപ്പൊ ഉള്ളത് ടൊയോട്ടോ ടേസർ ആണ് കേട്ടോ. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് വണ്ടി. വണ്ടിയുടെ നമ്പർ പിടിപ്പിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വണ്ടി എടുത്തിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. സോ അവര് ബോർഡിലുള്ള നമ്പർ പ്ലേറ്റ് ആണ് കേട്ടോ നമുക്ക് സജസ്റ്റ് ചെയ്തത്. സോ നമ്മൾ അത് തന്നെ പിടിപ്പിക്കാനായിട്ട് കൊടുത്തു വിട്ടു. ഇവിടെ ഒരു ടൊയോട്ടോ ടേസർ കിടക്കുന്നുണ്ട് കേട്ടോ, റെഡ് കളർ. ഇതിലും ബോർഡിൽ, ഇവിടെ മിക്ക വണ്ടിക്കും ബോർഡിലുള്ള നമ്പർ പ്ലേറ്റ് ആണ് കണ്ടത്. സോ അങ്ങനെ നമ്മളെ വണ്ടി എത്തി, ഫുള്ളും സെറ്റ് ആയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഒക്കെ പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. സോ ഗൈസ്, ഇനി റിവേഴ്സ് ക്യാമറ പിടിപ്പിക്കാനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. നമ്മളിതേ നേരെ പാലാരോട്ടത്തേക്ക് ഒരു ഷോപ്പിലേക്ക് പോവാണ് റിവേഴ്സ് ക്യാമറ പിടിപ്പിക്കാനായിട്ട്. ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിൽ നമ്മൾ വെച്ചപ്പോഴത്തേക്കും വലിയ ക്ലാരിറ്റി ഉണ്ടായില്ല റിവേഴ്സ് ക്യാമറക്ക്. സോ അങ്ങനെ നമ്മൾ പാലാരോട്ടത്ത് വേറൊരു ഷോപ്പിൽ വന്നതാണ് കേട്ടോ, കാർ മോഡൽ എന്ന് പറഞ്ഞു. ഇവിടെ കൊടുത്തിട്ട് ഒരു 25 മിനിറ്റ് പോലും എടുത്തില്ല, അവർ ക്യാമറ സെറ്റ് ചെയ്ത് തന്നു. നമ്മൾ നമ്മുടെ വണ്ടിയിൽ റിവേഴ്സ് ക്യാമറ ആയിട്ട് വെച്ചത് ബ്ലൂ പെങ് എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറ ആണ് കേട്ടോ. 3500 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. സർവീസ് ചാർജും കൂടെ കൂട്ടി എല്ലാം കൂടെ 3750 ആയുള്ളൂ നമുക്ക്. സോ നല്ല ക്ലാരിറ്റി ഉണ്ട് റിവേഴ്സ് ക്യാമറയ്ക്ക്. സോ ഗൈസ്, അരമണിക്കൂർ പോലും എടുത്തില്ല, ക്യാമറ സെറ്റ് ചെയ്ത് തന്നു. സോ നമ്മൾ ബാക്ക് ടു ഹോം ആണ്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ വണ്ടിയാണ് കേട്ടോ. പുള്ളി ഓട്ടോമാറ്റിക്കിലേക്ക് തിരിഞ്ഞിട്ട് ആള് ഡ്രൈവിംഗ് സെറ്റായി വന്നുള്ളൂ. പക്ഷെ ഓട്ടോമാറ്റിക് കുറച്ചും കൂടെ ടെൻഷൻ ഫ്രീ ആണ്. ക്ലച്ച് ഔട്ടണ്ട, ഗിയർ ചേഞ്ച് ചെയ്യണ്ട. ഈ ഒരു വണ്ടിക്ക് നിർത്തിയിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു ലാഗ് കാണിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ്, ഓടിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.